ലോകത്തിലെ ഏറ്റവും വലിയ ആർമികളിലൊന്നാണ് ഇന്ത്യൻ ആർമി. അഭിമാനത്തോടെ ഓർക്കാൻ നിരവധി അവസരങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഇന്ത്യയുടെ കാവലാളാണ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിൽ നിരവധിയായിട്ടുള്ള ഓഫീസർമാരും വിവിധങ്ങളായിട്ടുള്ള റാങ്കുകളുമുണ്ട്. പൊതുവെ നമ്മൾ റാങ്കുകളെ കുറിച്ച് കേൾക്കാറുണ്ടെങ്കിലും അവയുടെ ഹൈറാർക്കി അനുസരിച്ച് അവയെ തിരിച്ചറിയുന്ന രീതിയൊക്കെ ഇവിടെ ഒന്ന് വിശദീകരിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ആർമി ഓഫീസർമാരെ 3 റാങ്കുകളായി തിരിക്കാം. കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ലാസ്റ്റ് വൺ നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ്. ഇങ്ങനെ 3 തരമാണ് നമ്മളുടെ ആർമി റാങ്കുകൾ. ഏറ്റവും ഉയർന്ന റാങ്കുള്ളവരെയാണ് കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസിലെ ഗ്രൂപ്പ് എ സർവീസ് പോലെയാണ് കമ്മീഷൻഡ് ഓഫീസേഴ്സ്. ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസേഴ്സിന് തുല്യമായിട്ടുള്ള ഗ്രൂപ്പ് ബി റാങ്ക് പോലുള്ളവരെയാണ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും താഴെയായി വരുന്ന ഓഫീസേഴ്സ് ആണ് നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ആദ്യം നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സിനെ കുറിച്ച് നോക്കാം. കമ്മീഷൻഡ് ഓഫീസേഴ്സ് റാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ റാങ്കായി പറയുന്നത് സിപ്പോയ് എന്നാണ്. ശിപായി, ജവാൻ, സോൾജിയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ റാങ്കിലുള്ളവരെയാണ്. യൂണിഫോമിൽ പ്രത്യേകിച്ച് അടയാളങ്ങൾ ഒന്നുമില്ല എന്നതാണ് ഇവരെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം. മറ്റ് ഓഫീസേഴ്സിൻ്റെതുപോലെ ഷോൾഡറിലോ കയ്യിലോ ഏതെങ്കിലും തരത്തിലുള്ള ബാഡ്ജോ അടയാളങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള യൂണിഫോം ഉള്ളവർ സിപ്പോയി എന്ന് പറയുന്ന റാങ്കിൽ പെടുന്നവരായിരിക്കും. അടുത്തതാണ് രണ്ടാമതായി വരുന്ന ലാൻസ് നായിക് എന്ന് പറയുന്ന റാങ്ക്. ഇവരുടെ ഷോൾഡറിന് താഴെ കയ്യിലായി ഒരു ആരോ കാണാൻ സാധിക്കും. ചുവപ്പ് ബോർഡറിനുള്ളിൽ മഞ്ഞ കളറിലുള്ള ഒരു ആരോ. ഈ ആരോയെ വിളിക്കുന്ന പേരാണ് ഷെവറോൺ. ഇതിലൂടെയാണ് ലാൻസ് നായിക് ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. മൂന്നാമതായി വരുന്നത് നായിക് പദവിയാണ്. ഇവരുടെ ഷോൾഡറിന് താഴെ കയ്യിലായി 2 ഷെവറോൺ കാണാൻ സാധിക്കും. ടോപ്പ് നോൺ കമ്മീഷൻഡ് ഓഫീസർ റാങ്കിലുള്ളവരാണ് ഹവിൽദാർമാർ. 3 ഷെവറോൺ ഷോൾഡറിന് താഴെ കൈകളിലായി ഉണ്ടാകും എന്നതിലൂടെ ഈ ഹവിൽദാർമാരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി അടുത്തത് പറയുന്നത് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സിനെ കുറിച്ചാണ്, അതായത് JCO. പൊതുവെ ഇവരെ തിരിച്ചറിയുന്നതിന് ഷോൾഡറിന്റെ പാച്ചിന്റെ സൈഡിലായി ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള ഒരു ഫ്ലാറ്റ് സ്ട്രൈപ്പ് കാണാൻ സാധിക്കും. ഇതാണ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം. ഈ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സിൽ ആദ്യം വരുന്നത് നായിക് സുബേദാർ ആണ്. ഫ്ലാറ്റ് സ്ട്രൈപ്പിനോടൊപ്പം ഒരു ഗോൾഡൻ സ്റ്റാർ കൂടി ഇവർക്ക് ഉണ്ടാകും എന്നതാണ് ഇവരെ തിരിച്ചറിയാനുള്ള മാർഗം. ഇനി അടുത്തത് പറയുന്നത് സുബേദാർ എന്ന് പറയുന്ന അടുത്ത ഒരു പദവിയെ കുറിച്ചാണ്. ഫ്ലാറ്റ് സ്ട്രൈപ്പിനോടൊപ്പം 2 ഗോൾഡൻ സ്റ്റാറുകൾ ഇവരുടെ ഷോൾഡർ പാച്ചിൽ ഉണ്ടായിരിക്കും. ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരിൽ ടോപ്പ് റാങ്കിലുള്ളത് സുബേദാർ മേജർ ആണ്. നക്ഷത്രത്തിന് പകരം നാഷണൽ എംബ്ലം ആയിട്ടുള്ള അശോക സ്തംഭമായിരിക്കും ഇവരുടെ ഷോൾഡർ പാച്ചിൽ ഉണ്ടാവുക. ഇതിലൂടെയാണ് സുബേദാർ മേജറിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. കമ്മീഷൻഡ് ഓഫീസർ പദവിയെക്കുറിച്ച് ഇനി നോക്കാം. കമ്മീഷൻഡ് ഓഫീസർമാരെയോ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരെയോ തിരഞ്ഞെടുക്കുന്ന രീതിയിലല്ല കമ്മീഷൻഡ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. CDS, NDA പോലുള്ള എക്സാമുകൾ പാസ്സായി അതിനുശേഷം ഇന്റർവ്യൂ നടത്തി അതിലും പാസ്സായി പിന്നീട് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, നാഷണൽ ഡിഫൻസ് അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ഇവിടെ നിന്നെല്ലാം കൃത്യമായിട്ടുള്ള പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവർ കമ്മീഷൻഡ് ഓഫീസേഴ്സായി ഇന്ത്യൻ ആർമിയിലേക്ക് വരുന്നത്. ഒരു കമ്മീഷൻഡ് ഓഫീസർ പദവിയിൽ വരുന്ന വ്യക്തി ആദ്യമായി അപ്പോയിന്റ് ചെയ്യുന്നത് ഓഫീസർ കേഡറ്റ് എന്ന റാങ്കിലായിരിക്കും. എന്നാൽ ഇത് ഇവരുടെ ട്രെയിനിങ് കാലപരിധിയിലേക്ക് മാത്രമുള്ള റാങ്ക് ആയിരിക്കും. ജെന്റിൽമാൻ കേഡറ്റ്, ലേഡി കേഡറ്റ് എന്നിങ്ങനെ സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ച് പറയാമെങ്കിലും തിരിച്ചറിയാൻ പ്രത്യേകിച്ച് ഇൻസിഗ്നിയോ ബാഡ്ജുകളോ ഒന്നും ഇവർക്കുണ്ടായിരിക്കില്ല. ട്രെയിനിങ് സമയപരിധി പൂർത്തിയാക്കിയ ശേഷം അവർ അവിടെ ആദ്യമായി പോസ്റ്റ് ചെയ്യപ്പെടുന്ന റാങ്കാണ് ലെഫ്റ്റനന്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഷോൾഡർ ഇൻസിഗ്നിയിൽ 2 നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും. 2 ഗോൾഡൻ സ്റ്റാർ ഉള്ളവരെ നമുക്ക് ലെഫ്റ്റനന്റ് ആണ് എന്ന് പറയാൻ പറ്റും. കമ്മീഷൻഡ് ഓഫീസർ പദവിയിൽ അടുത്ത റാങ്കാണ് ക്യാപ്റ്റൻ. 3 വർഷം പൂർത്തിയാക്കിയ കമ്മീഷൻഡ് ഓഫീസറാണ് ക്യാപ്റ്റൻ പദവിയിലേക്ക് വരുന്നത്. ഇവർക്ക് 3 ഗോൾഡൻ സ്റ്റാർ ആണ് ഉണ്ടാവുക. മേജർ ആണ് അടുത്ത കമ്മീഷൻഡ് ഓഫീസർ പദവി. കമ്മീഷൻഡ് ഓഫീസറായി 6 വർഷം പൂർത്തിയാക്കിയവർക്കേ മേജർ പദവിയിലേക്ക് വരാൻ സാധിക്കൂ. ഒപ്പം പാർട്ട് ബി എന്ന് പറയുന്ന എക്സാമും വിജയകരമായി പൂർത്തിയാക്കണം. അങ്ങനെയുള്ളവരാണ് മേജർ പദവിയിലേക്ക് എത്തിച്ചേരുക. മേജറുടെ ഇൻസിഗ്നിയിൽ ഒരു നാഷണൽ എംബ്ലം, അതായത് അശോക സ്തംഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് ലെഫ്റ്റനന്റ് കേണൽ റാങ്ക് ആണ്. 13 വർഷമെങ്കിലും സർവീസിലുള്ള ഒരു കമ്മീഷൻഡ് ഓഫീസർക്കാണ് ലെഫ്റ്റനന്റ് കേണൽ ആകാൻ പറ്റുകയുള്ളൂ. പാർട്ട് ബി എക്സാം പൂർത്തിയാക്കിയവർക്ക്, അതായത് പാർട്ട് ബി എക്സാം കൂടി പാസ്സാവുക എന്നുള്ളതാണ് ഈ ഒരു പദവിയിലേക്ക് എത്താനുള്ള യോഗ്യത. ഇവരുടെ ഷോൾഡർ ഇൻസിഗ്നിയിൽ ഒരു നാഷണൽ എംബ്ലവും ഒരു ഗോൾഡൻ സ്റ്റാറും ഉണ്ടായിരിക്കും. ഇതൊന്നുമല്ലാത്ത വ്യക്തികൾക്കും ഓണററി ആയിട്ട് ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകാറുണ്ട്. അങ്ങനെ ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചവരാണ് മോഹൻലാലും MS ധോണിയും ഒക്കെ. ഇതുവരെ നിശ്ചിത മാതൃകയിലുള്ള ഒരു പ്രമോഷനും പദവികളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ലെഫ്റ്റനന്റ് കേണലിന് മുകളിലേക്കുള്ള റാങ്കിൽ എത്തുന്നതിനായി സെലക്ഷൻ ഗ്രേഡ് പ്രമോഷനാണ് നൽകുന്നത്. ആർമിയിലെ ഇവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ സേവനം, യോഗ്യത തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദവിയിലേക്കുള്ള പ്രമോഷൻ നൽകുന്നത്. അടുത്ത റാങ്ക് എന്ന് പറയുന്നത് കേണലാണ്. അതായത് ഈ ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന
പദവിക്ക് മുകളിൽ വരുന്ന റാങ്കാണ് കേണൽ. ഒരു കമ്മീഷൻഡ് ഓഫീസർ 26 വർഷം പൂർത്തിയാക്കിയാൽ അയാൾക്ക് ഗ്രാജുവലി കേണൽ പദവിയിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഇതിനപ്പുറം സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണെങ്കിൽ 15 വർഷം കമ്മീഷൻഡ് ഓഫീസർ പദവി പൂർത്തിയാക്കിയ ഒരാൾക്ക് ഇത്തരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ യോഗ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുക. ഇവരുടെ ഇൻസിഗ്നിയിൽ ഒരു നാഷണൽ എംബ്ലം, 2 ഗോൾഡൻ സ്റ്റാർ എന്നിവ കാണാൻ സാധിക്കും. ഇവരുടെ ഗോർജറ്റ് ബാഡ്ജിൽ, അതായത് കോളറിലെ പാച്ചിൽ നിന്നും അവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവരുടെ കോളറിൽ ക്രിംസൺ കളറിലുള്ള ഒരു പാച്ച് ആവും ഉണ്ടാവുക. ഈ ക്രിംസൺ പാച്ചിൽ ഗോൾഡൻ ബ്രെയ്ഡ് എന്ന് പറയുന്ന ഡിസൈൻ ആണ് ഇവരുടെ കോളറിൽ കാണാൻ സാധിക്കുന്നത്. ഇതുവഴി നമുക്ക് ഇവരെ തിരിച്ചറിയാൻ സാധിക്കും. ബ്രിഗേഡിയർ ആണ് ഇനി വരുന്ന റാങ്ക്. കമ്മീഷൻഡ് ഓഫീസറായി മിനിമം 25 വർഷത്തെ സേവനമുള്ള ഒരാൾക്ക് മാത്രമേ സെലക്ഷൻ പ്രോസസ്സിലൂടെ പോലും ഈ പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. 3 ഗോൾഡൻ സ്റ്റാറും നാഷണൽ എംബ്ലവും ഇവർക്കുണ്ടായിരിക്കും. മാത്രമല്ല കോളറിൽ ക്രിംസൺ പാച്ചിൽ ഒരു നക്ഷത്രം കൂടി ഉണ്ടായിരിക്കും. ഇവരെ 1 സ്റ്റാർ ഓഫീസേഴ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ പാച്ചിൽ ഒരു നക്ഷത്രം കാണപ്പെടുന്നത്. ഇവരുടെ വാഹനത്തിന് മുന്നിൽ, ഫ്ലാഗിന് മുന്നിലും ഒക്കെ ഒരു നക്ഷത്രം കാണാൻ സാധിക്കും. ഇതിലൂടെയും നമുക്ക് ഇവരെ തിരിച്ചറിയാൻ സാധിക്കും. അടുത്തത് മേജർ ജനറൽ ആണ്. കമ്മീഷൻഡ് ഓഫീസറായി മിനിമം 28 വർഷത്തെ സേവനം ഉണ്ടായിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് മേജർ ജനറൽ റാങ്കിലേക്ക് എത്തുക. ഷോൾഡർ ഇൻസിഗ്നിയിൽ ക്രോസ്ഡ് ബാറ്റൺ ആൻഡ് ബേസർ എന്ന പുതിയൊരു എംബ്ലമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഒപ്പം ഒരു ഗോൾഡൻ സ്റ്റാറും ഉണ്ടായിരിക്കും. കോളറിലെ പാച്ചിൽ 2 ഗോൾഡൻ സ്റ്റാർ ഉണ്ടായിരിക്കും. വാഹനത്തിന് മുന്നിലും വാഹനത്തിൽ ഫ്ലാഗിന് മുന്നിലും ഇത്തരത്തിൽ 2 ഗോൾഡൻ സ്റ്റാർ ഉണ്ടായിരിക്കും. ഈ ഒരു രീതിയിലും ഇവരെ തിരിച്ചറിയാൻ സാധിക്കും. ലഫ്റ്റനന്റ് ജനറൽ എന്ന അടുത്ത റാങ്കിലേക്ക് പോകുമ്പോൾ കമ്മീഷൻഡ് ഓഫീസറായി മിനിമം 36 വർഷത്തെ സേവനമുള്ള ഒരാൾക്കാണ് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അത്തരത്തിലുള്ളവരെ മാത്രമാണ് ലഫ്റ്റനന്റ് ജനറലായി പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. ഇവരുടെ ഷോൾഡർ ഇൻസിഗ്നിയിൽ നാഷണൽ എംബ്ലം ഉണ്ടായിരിക്കും. ക്രോസ്ഡ് ബാറ്റൺ ആൻഡ് സേബറും കാണാൻ സാധിക്കും. ഇവരൊരു 3 സ്റ്റാർ ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ കോളറിലും 3 സ്റ്റാർ ഉണ്ടായിരിക്കും. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനത്തിന് മുന്നിലെ ഫ്ലാഗിലും 3 സ്റ്റാർ ഉണ്ടായിരിക്കും. ഇന്ത്യൻ ആർമിയുടെ ജനറൽ ഓഫീസറിലെ ഏറ്റവും വലിയ റാങ്കാണ് ജനറൽ എന്ന് പറയുന്നത്. ഷോൾഡറിലെ ഇൻസിഗ്നിയിൽ നാഷണൽ എംബ്ലം ഉണ്ടായിരിക്കും. ഒരു സ്റ്റാർ ഉണ്ടായിരിക്കും. ക്രോസ്ഡ് ബാറ്റൺ ആൻഡ് സേബർ എന്നിവയും കാണാൻ സാധിക്കും. ജനറൽ റാങ്കിലുള്ളവരുടെ കോളറിലും വാഹനത്തിന് മുന്നിലും ഫ്ലാഗിന് മുന്നിലും 4 സ്റ്റാർ ആണ് ഉണ്ടാവുക. അതായത് 4 ഗോൾഡൻ സ്റ്റാർ. ഇന്ത്യൻ ആർമിയുടെ മുഴുവൻ ചീഫായി വരുന്നത് ഈ പോസ്റ്റിലുള്ള ജനറൽ എന്ന് പറയുന്ന റാങ്കിലുള്ള ഓഫീസർമാരായിരിക്കും. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് തുല്യമായിട്ടാണ് ഈ ഒരു പൊസിഷൻ കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു IAS ഓഫീസർക്ക് ഇന്ത്യയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പൊസിഷനാണ് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. അതിന് തുല്യമായ പൊസിഷൻ അല്ലെങ്കിൽ റാങ്ക് ആണ് ഇത്. ഇനി നമ്മൾ പറയുന്നത് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവിയെക്കുറിച്ചാണ്. ഇതൊരു ഓണററി അല്ലെങ്കിൽ സെറിമോണിയൽ റാങ്ക് ആണ്. യുദ്ധത്തിന്റെ ഭാഗമായി അത്യന്താപേക്ഷിതമായി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നേതൃപാടവം കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഓണററി അല്ലെങ്കിൽ സെറിമോണിയൽ ആയിട്ടുള്ള പദവിയാണ് ഫീൽഡ് മാർഷൽ. ഇവരുടെ ഷോൾഡർ പാച്ചിൽ ഒരു നാഷണൽ എംബ്ലം ഉണ്ടായിരിക്കും. ഒരു ക്രോസ്ഡ് ബാറ്റൺ ഉണ്ടായിരിക്കും. ഈ ക്രോസ്ഡ് ബാറ്റന് ചുറ്റും ഒരു താമരമാല വലയം ചെയ്തിരിക്കുന്നതും കാണാം. ഈ ഒരു രീതിയിൽ ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കും. ഇവർ ഒരു 5 സ്റ്റാർ ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ കോളറിലും ഇവരുടെ വാഹനത്തിന് മുന്നിലെ ഫ്ലാഗിലും 5 സ്റ്റാർ ഉണ്ടായിരിക്കും. ഇനി ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന ഓഫീസർക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യേകതയാണ് അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. അതായത് അദ്ദേഹം ഒരു ലൈഫ് ലോങ് സെർവിംഗ് ഓഫീസറായി കണക്കാക്കപ്പെടുന്നു എന്ന് സാരം. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2 ഓഫീസർക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു ഫീൽഡ് മാർഷൽ പദവി ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് ഫീൽഡ് മാർഷൽ സാം മനേക്ഷക, 2 ഫീൽഡ് മാർഷൽ KM കരിയപ്പ. ഇങ്ങനെ 2 പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഫീൽഡ് മാർഷൽ പദവി ഇന്ത്യയിൽ ലഭിച്ചിട്ടുള്ളൂ. ഈ വിവരണങ്ങളിൽ നിന്ന് ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇതുപോലുള്ള മറ്റ് വിവരങ്ങളുമായി ഇനിയും കാണാം സാർക്ക് ന്യൂസിലൂടെ. അതുവരെ നമസ്കാരം.